ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഈശോ കടൽ കടന്ന് ഗനേസറത്തിലെത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു. അപ്പോൾ കരയ്ക്കിറങ്ങിയ സമയത്ത് ആളുകൾ അവനെ തിരിച്ചറിയുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഈ സുവിശേഷഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈശോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അവര് സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാൻ തുടങ്ങി. അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാൻ തുടങ്ങി. രോഗികളെല്ലാം കൊണ്ടുവരിക. അപ്പം 1, ഈശോ തിരിച്ചറിഞ്ഞു. 2, അവനുണ്ടെന്നറിഞ്ഞ അവന്റെ സാന്നിധ്യം, അവനുണ്ടെന്നറിഞ്ഞ സ്ഥലത്തേക്ക് രോഗികളെ കൊണ്ടുവരാൻ തുടങ്ങി. 3ാമത് പറയുന്നതാണ്, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. സ്പർശിച്ചു, സൗഖ്യം പ്രാപിച്ചു. ഇപ്പൊ തിരിച്ചറിവ്, ചെന്നെത്തുന്നു, സ്പർശിക്കുന്നു. ഈശോയെ തിരിച്ചറിയുകയാണ് അവര്. എന്നിട്ട് ഈശോ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥലത്തേക്ക് രോഗികളെല്ലാവരും അവർ കൊണ്ടുവരുന്നു. എന്നിട്ട് 3ാമത്തത് അവർ സ്പർശിക്കുന്നു, അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്നു. സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഒന്നാമത്തെ വായന 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 7 വരെയും 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ പുരോഹിതന്മാർ പേടകം വഹിച്ചുകൊണ്ട് വന്നു. അത് പേടകത്തിനകത്ത് എന്തുണ്ടായിരുന്നു പറയുന്നു. സമാഗമ കൂടാരത്തിലുണ്ടായിരുന്ന വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു. സോളമൻ രാജാവ് അവിടെ സമ്മേളിച്ചിരുന്ന ഇസ്രായേൽ ജനവും പേടകത്തിന് മുമ്പിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലി കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ ദേവാലയം സ്ഥാപിച്ച് പ്രതിഷ്ഠിച്ചതിൻ്റെയൊക്കെ ഒരു ഓർമ്മയായിട്ടാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത്. അവിടെ അവര് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു വന്നു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്നും ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചെന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടത്തേക്ക് എന്നേക്കും വസിക്കുവാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. ദേവാലയം ദാവീദ് വഴി ദൈവം ആഗ്രഹിച്ച് എന്നാൽ സോളമൻ പൂർത്തീകരിച്ച ദേവാലയത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിനിടം, ദേവാലയം. അവിടെ ഈ ദേവാലയം എന്ന് പറയപ്പെടുന്നൊരു കാര്യമാണ് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ദേവാലയം, അവിടത്തേക്കൊരു ദേവാലയം ഞാൻ സ്ഥാപിച്ചു. അപ്പൊ ദേവാലയം എന്ന് പറയുന്നത് സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കെട്ടിടം, അത് നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഈ 1-ാം വായനയും സുവിശേഷം നൽകുന്നൊരു ചോദ്യം. ദേവാലയത്തെ കുറിച്ച് പറഞ്ഞു കേട്ടു. പ്രതിമാന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കർത്താവെ അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരയണമേ, കർത്താവെ അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ. ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ കുടികൊള്ളുന്നു. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ അവര് തിരിച്ചറിയുകയാണ്. രോഗികളുടെ എല്ലാം അവരുണ്ടെന്നറിഞ്ഞിടത്തേക്ക് എല്ലാവരെയും കൊണ്ടുവരികയാണ്. അവരെ അവരെ സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. 3 കാര്യങ്ങൾ. ഈ 3 ഭാഗങ്ങളിലായിട്ട് 1-ാം വായനയിലും സങ്കീർത്തനത്തിലും സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, അനുഗ്രഹം നൽകുന്ന ഇടമാണ്. അവിടെ അത് തിരിച്ചറിയുക, അവിടേക്ക് പോവുക, അവനെ തൊടുക, സൗഖ്യം പ്രാപിക്കുക. ഇതാണ് സുവിശേഷം നമുക്ക് വായിക്കാൻ സാധിക്കുക. ഇത് നടക്കുന്ന സ്ഥലത്തിൽ പറയുന്നത് ഗനേസറത്ത് എന്നാണ്. ഗനേസറത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഗനേസറത്ത് എന്ന വാക്ക് കിന്നരത്ത് എന്ന് പറയപ്പെടുന്ന ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ആ വാക്കിന് കിന്നരത്ത്, അതായത് നമ്മൾ മലയാളത്തിൽ കിന്നരം എന്ന് പറയുന്ന വാക്കാണ്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ തടാകത്തിന്, ഗനേസറത്ത് ഒരു തടാകമാണ്. ഈ തടാകത്തിന് ദാവീദിന്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന കിന്നരത്തിന്റെ ആകൃതിയാണുള്ളത്. കിന്നരാകൃതിയിലുള്ള തടാകമാണ് ഈ ഗനേസറത്ത്. അതുകൊണ്ടാണ് അതിനെ ഗനേസറത്ത് എന്ന വാക്ക് അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ ആകൃതി കൊണ്ടാണ് അതിന് ആ പേര് വന്നിരിക്കുന്നത്. അതായത് ദാവീദ് രാജാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടാൻ ഉപയോഗിച്ച വസ്തുവാണ് കിന്നരം. ആ കിന്നരത്തിന്റെ ആകൃതിയിലിരിക്കുന്ന തടാകത്തിന്റെ തീരത്താണ് ഈ സംഭവം നടക്കുന്നത്. ദൈവസ്തുതികളുടെ തീരത്ത്
ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടേക്ക് കടന്നു ചെന്ന് അവനെ തൊട്ട് അനുഗ്രഹം പ്രാപിക്കുക എന്നതാണ് ഈ സുവിശേഷഭാഗത്ത് കെനേസറത്തിന്റെ തീരത്ത് നടക്കുന്ന ഈ സംഭവം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ദേവാലയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ദേവാലയം പ്രയോജനപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ഇതിന് ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ഇടവക ദേവാലയത്തിലോ നമ്മൾ തൊഴിൽ ചെയ്യുന്നതിനടുത്തുള്ള ഒരു കുഞ്ഞു ദേവാലയത്തിലോ ദൈവസാന്നിധ്യമുള്ള ഇടത്തിലൊക്കെ നമ്മൾ പോകാനായിട്ട് മടിക്കുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. പരമാവധി എല്ലാ ദിവസവും ദേവാലയത്തിനകത്ത് കയറി സാന്നിധ്യത്തിൽ അല്പനേരം ഇരിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ക്ഷണം ഈ ഈ വചനഭാഗങ്ങളിലൂടെ എല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അപ്രകാരം ജീവിക്കാൻ ശ്രമിക്കാം. ദൈവത്തെ തിരിച്ചറിയുക, ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം തിരിച്ചറിയുക, അവിടേക്ക് കടന്നു ചെല്ലുക, അവനെ സ്പർശിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഈ ദേവാലയം നമ്മെ മാടി വിളിക്കുകയാണ്, ദേവാലയം നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.